കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതൊക്കെ എനിക്ക് പുറത്തു പോകുമ്പോ വാങ്ങാവുന്നതല്ലേ ഉള്ളൂ. അല്ലെങ്കിലും വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഞാനാ. പിന്നെ അച്ഛൻ എന്തിനാ വെറുതെ ആൾക്കാർക്ക് സംശയം ഉണ്ടാക്കാനായിട്ട് പുറത്തിറങ്ങി പോകുന്നത്? മോള് ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോ പിന്നെ കടയെ കയറി ഇറങ്ങണ്ടെന്ന് കരുതി. ഞാനാണേ അമ്മയ്ക്കൊപ്പം ഇതിനകത്ത് തന്നെ ഇരിപ്പല്ലേ. അപ്പോ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോണോന്ന് എനിക്കും തോന്നുമല്ലോ. നേരത്തെ സ്വന്തം വീട്ടിലെ അടുക്കള തന്നെ ആയിരുന്നല്ലോ ഒതുങ്ങിക്കൂടിയിരുന്നത്. പിന്നെന്താ ഇപ്പൊ പുറത്തു ചുറ്റാനൊരു മോഹം? അന്നത്തെ അച്ഛനല്ല ഇപ്പോഴത്തെ അച്ഛൻ. ഇന്ന് ഞാൻ സ്വാതന്ത്ര്യവും സന്തോഷവും ഒരുപാടുള്ള അച്ഛനാ. അതെങ്ങനെ കൂടണ്ട കേട്ടോ. അയ്യോ ജയന, എന്തൊക്കെയോ പ്രശ്നം വീണ്ടും എന്റെ അമ്മ ഉണ്ടാക്കിയെന്നാ തോന്നുന്നു. ആ മോനെ, രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴാ നീ വിളിച്ചത്. ഇവിടെ ഗുരുവായൂർ തന്നെ അല്ലേ? അതെ അതെ. ആ പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇന്ന് തന്നെ ഞാൻ അങ്ങോട്ട് പുറപ്പെടാൻ പോവാ. അയ്യോ, അതെന്തു പറ്റി? അല്ല, നിനക്കെന്തോ ഓവർ ടെൻഷനാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നീ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കത്തില്ലല്ലോ. എന്നാ പിന്നെ ഇനി നമുക്കെല്ലാം നേരിട്ട് സംസാരിക്കാം. എന്നെ കരുതി അച്ഛൻ അമ്പല ദർശനം മതിയാക്കി വരണ്ട. കുഴപ്പമില്ലടാ മോണി, ഇന്ന് തന്നെ ഞാനങ്ങ് പുറപ്പെടുക. ശരി, എത്ര മണിക്ക് പുറപ്പെടും? ഉച്ചയ്ക്ക് ഇവിടുന്നൊരു ട്രെയിനുണ്ട്, അതിനങ്ങ് പുറപ്പെടാം. അതാകുമ്പോ രാത്രിയോടെ അവിടെ എത്തും. അല്ല, ഇവിടെ വന്നിട്ട് എവിടെയാ താമസിക്കുന്നത്? രാത്രി വന്നു കഴിഞ്ഞേ അവിടെ എവിടെങ്കിലും ഒരു മുറി എടുക്കാം മോനെ. ഇവിടെ ഒരുപാട് വീടുകൾ കിടക്കുമ്പോ എന്തിനാ അച്ഛാ വെറുതെ മുറി എടുക്കുന്നത്? അല്ല, അവിടോട്ടൊക്കെ പെട്ടെന്ന് കേറി ചെല്ലാൻ പറ്റുമോ മോനെ? എന്നാ പിന്നെ രാത്രി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അച്ഛനെ പിക്ക് ചെയ്യാം. അത് വേണ്ട, അത് വേണ്ട. നീയേ രാത്രിയിൽ ഇറങ്ങി വന്നാൽ രാഗിണിക്ക് സംശയം തോന്നും. ഇപ്പൊ എനിക്കാ സംശയം. ഹലോ ഹലോ മോനെ, ഹലോ. ആ അച്ഛാ, എന്തായാലും ഞാൻ യാത്ര മുടക്കുന്നില്ല. ഇന്ന് തന്നെ ഇവിടുന്ന് പുറപ്പെടുക. അപ്പൊ ശരി അച്ഛാ, നേരിട്ട് കാണാം. ശരി മോനെ. കള്ളം പറയാൻ വല്ലാത്തൊരു മിടുക്ക് തന്നെ. കള്ളം പറയാത്തൊരു നാവായിരുന്നു ഇതും. വഴി തെറ്റി ഒരുത്തി എന്റെ ജീവിതത്തിലോട്ട് കടന്നുവന്നതിന് ശേഷമാ എനിക്കില്ലാത്ത ശീലമെല്ലാം ഉണ്ടായത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദി എന്റെ അമ്മ തന്നെ. ഇന്ന് രാത്രിയോടെ ഗുരുവായൂരിന്ന് ഇവിടെ എത്തുമല്ലേ? അത് മോളെ, എന്തായാലും ഞാൻ ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുക. ആ നിലയ്ക്ക് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാ പിന്നെ ഇവിടെ വെച്ച് ആരെങ്കിലും എന്നെ യാദർച്ഛ്യമായി കണ്ടാ പോലും കുഴപ്പമൊന്നുമില്ല. എന്ന് മാത്രമല്ല, എനിക്ക് ഫ്രീ ആയിട്ട് എല്ലായിടത്തും ഇറങ്ങി നടക്കാൻ കഴിയുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ജയേട്ടൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് വരികയും ചെയ്തു. ഇനി ജയേട്ടന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല.
ഓ, അവന് സംശയമൊന്നുമില്ല. പിന്നെ ഇപ്പോഴ് ആകെ എന്ത് ചെയ്യണമെന്നൊരു സംശയം ഉള്ളത് കൊണ്ട് അവൻ എന്നെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ടാ ഇപ്പൊ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ഇവിടെ വന്നു കഴിഞ്ഞാ പിന്നെ നേരിട്ട് എനിക്ക് എന്റെ മോനോട് സംസാരിക്കാവല്ലോ. ഒരു കാര്യം ചെയ്യും, ഇനി ആ മൊബൈൽ അങ്ങ് ഓഫാക്കി വെച്ചോ. അതെന്തിനാ? ഇനി ജയേട്ടൻ വിളിക്കുമ്പോ ട്രെയിനിനകത്താണെന്ന് പറയേണ്ടി വരും. ശബ്ദം ഒന്നും കേട്ടില്ലെങ്കിൽ സംശയം തോന്നും. അല്ലെങ്കിൽ തന്നെ അമ്പലത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബഹളവും ആൾക്കാരുടെ സംസാരം ഒന്നും കേൾക്കാതെ വരുമ്പോ ആർക്കായാലും സംശയം തോന്നും. അത് ശരിയാ. എന്നാ പിന്നെ ഈ കുന്തം അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഓഫ് ചെയ്ത് ഇതാ. ഓ ഓ ഓ ഏട്ടെന്താ ചിരിക്കുന്നേ? എടാ, പിന്നെ ഇതൊക്കെ കേട്ടാ എങ്ങനെ ചിരിക്കാതിരിക്കും? നിന്റെ ടെൻഷൻ മാറ്റാൻ ഇങ്ങോട്ട് പുറപ്പെടുവാണെന്നല്ലേ? അവിടെ ഇരുന്നിട്ടാ ഈ കള്ളത്തിലൊക്കെ പറയുന്നത്. നിനക്ക് നേരെ കയറി ചെന്നൂടായിരുന്നു. അതിന് അതിൻ്റെതായ ഒരു മുഹൂർത്തം ഉണ്ടല്ലോ ഏട്ടാ. എന്നിട്ടല്ലേ കയറി ചെല്ലാൻ പാടുള്ളൂ. വീട്ടിൽ നിന്ന് ഹെൽമെറ്റും വെച്ചോണ്ട് ഇറങ്ങി. എന്നിട്ട് നേരെ പച്ചക്കറി കടയിൽ പോയി ഇഷ്ടം പോലെ പച്ചക്കറി വാങ്ങി. എന്നിട്ടൊരു കുടുംബനാഥനെ പോലെ തിരിച്ച് വീട്ടിലെത്തി. അതിനുശേഷം എന്നെ വിളിച്ച് കള്ളത്തരം പറഞ്ഞിരിക്കുന്നത്. അമ്മ ഹരിതയെ മരുമകളാക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ഏത് നിമിഷവും അവിടെ കയറി ചെല്ലാനുള്ള സാധ്യതയുണ്ട്. ആ നേരത്ത് അവിടെ വെച്ചെങ്ങാൻ അച്ഛനെ കണ്ടാലേ ഒരു കൊലപാതകം ഉറപ്പാ. ഇനിയിപ്പോ കൊലപാതകമൊന്നും നടക്കത്തില്ല. സ്വന്തം കുടുംബത്ത് അച്ഛൻ കയറി ചെന്ന് കഴിഞ്ഞു, അമ്മയുടെ മുന്നിലേക്ക്. അന്ന് തല്ലാനായി കൈപൊക്കിയപ്പോ അമ്മയേക്കാൾ ആരോഗ്യം അച്ഛനുണ്ടെന്ന് അമ്മയെ അറിയിച്ചിട്ടാണ് അച്ഛൻ പോയത്. അച്ഛൻ രണ്ടും കൽപ്പിച്ചാണല്ലോ. അതെ, ഉരുമ്പിട്ട് ഇറങ്ങിയിരിക്കുക, ദൈവത്തിന്റെ പേരും പറഞ്ഞു. ഇപ്പോഴും എനിക്ക് വിശ്വാസം അച്ഛനൊരു ചിന്ന വീട് കാണില്ലെന്ന്. എടാ, അവരുടെ കുടുംബ സുഹൃത്താണ്. അങ്ങനെ വരുമ്പോ ആൺതുണയില്ലാത്തൊരു വീട്ടില് ഒരു അംഗമായി നിന്നതാണെന്ന് പറയാൻ പറ്റത്തില്ല. പിടിക്കപ്പെടുമ്പോ അച്ഛൻ പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളാ ഇപ്പൊ ഏട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഹരിത അച്ഛന്റെ മകളാണോന്ന് അറിഞ്ഞേ പറ്റൂ. അതുപോലെ തന്നെ ഹരിതയുടെ അമ്മ അച്ഛന്റെ രണ്ടാം ഭാര്യയാണെന്ന് ഉറപ്പിക്കുകയും വേണം. അതിനി എത്ര ദൂരം യാത്ര ചെയ്യേണ്ടി വരും? ഇനി യാത്രയൊന്നുമില്ല. അച്ഛൻ അവിടെ താമസിക്കുവാണോ അതോ വന്നു പോവുകയാണോ എന്നറിയണം. അവിടെ താമസിക്കുവാണെന്ന കാര്യം ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞു. ഇനി താമസിക്കുന്ന ഉദ്ദേശമാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് അച്ഛൻ മനഃപൂർവ്വം നിന്റെ ഷോറൂമിലേക്ക് ഹരിതയെ പറഞ്ഞു വിട്ടതാണെങ്കിലോ? അതിനുള്ള സാധ്യതയില്ല. പത്രത്തിലെ പരസ്യം കണ്ടിട്ടാ ഹരിത ആപ്ലിക്കേഷൻ അയച്ചത്. പിന്നെ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ആ കുട്ടിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് വന്ന മറ്റു കുട്ടികളെക്കാൾ സ്മാർട്ടായിരുന്നു അവള്. അതുകൊണ്ടാ ഹരിതയെ സെലക്ട് ചെയ്ത്. അല്ലാതെ ഇവിടെ റെക്കമെൻഡേഷൻ ഒന്നും നടന്നിട്ടില്ല. അത് യാദൃശ്ചികമായി സംഭവിച്ചാണെന്നാ തോന്നുന്നത്. അച്ഛൻ്റെ രണ്ടാം ഭാര്യ ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ല. അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നമ്മുടെ അമ്മ തന്നെയാ. വീട്ടിനകത്തിട്ട് കഷ്ടപ്പെടുത്തുമ്പോൾ കുട്ടികളുടെ അച്ഛന് ഇത്തിരി സ്നേഹമെങ്കിലും കൊടുക്കണം. മക്കളുടെ മുന്നിൽ വെച്ച് അവരെ ബഹുമാനിക്കണം. അല്ലെങ്കിൽ ഇതല്ല, ഇതിനപ്പുറവും നടക്കും. ലാലേട്ടനോ? കേറി വാ. ദീപേ, ദീപേ, എപ്പോഴാ ലാലേട്ടന്റെ അമ്മ കേറി വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടേക്ക് ഇതുവരെ അമ്മ വരാത്തതേ അത്ഭുത. ലാലേട്ടൻ എത്തിയോ? അച്ഛന്റെ പിന്നാലെ നടന്നിട്ട് എന്തായി? എന്റെ സംശയം ഒരിക്കലും തെറ്റില്ല. അച്ഛന് ഹരിതയുടെ വീടുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അതിനെന്താ സംശയം? അച്ഛൻ അവരുടെ കുടുംബ സുഹൃത്തല്ലേ? ആ കുടുംബ സുഹൃത്തിപ്പോ
അവരോടൊപ്പം താമസിക്കുന്നത്. എന്നുവെച്ച് ഇത് അച്ഛനെ വിളിച്ച് ചോദിക്കുകയും ചെയ്യരുത് കേട്ടോ. അതുപോലെ ഹരിതയോടും ചോദിക്കണ്ട. അവിടെ താമസിക്കുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ആ, അതൊക്കെ എനിക്ക് മനസ്സിലായി. ഹരിത ലാലേട്ടന്റെ അച്ഛനെ സ്വന്തം അച്ഛനെ പോലെയാ സ്നേഹിക്കുന്നത്. ആ നിലയ്ക്ക് ഇവിടെ വരുമ്പോ അവിടെ താമസിക്കുന്നതിൽ തെറ്റുണ്ടോ? ആ, അങ്ങനെ ന്യായീകരിക്കുകയാണെങ്കിൽ എല്ലാം ന്യായീകരിക്കേണ്ടി വരും. അച്ഛനെന്താ ഇവിടെ വരുമ്പോ നിങ്ങളോടൊപ്പം താമസിച്ചൂടെ? ഞാനിടയ്ക്ക് വിളിച്ചപ്പോ പറയുകയും ചെയ്തല്ലോ, ഇവിടെ അച്ഛന് താമസിക്കാൻ മുറിയുണ്ട്, ഇവിടെ ഒന്നിക്കാൻ. എന്ന് മാത്രമല്ല, നിങ്ങൾ 2 പെൺകുട്ടികളുള്ള വീട്ടിൽ അച്ഛനെ പോലെ ഒരാളുള്ളത് നല്ലതല്ലേ? അച്ഛൻ വന്നാ ഞങ്ങള് ഹാപ്പിയാ. അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അച്ഛനങ്ങനെ ഉണ്ടാക്കി കൊടുക്കൊന്നും വേണ്ട. അടുക്കള കണ്ടു കഴിഞ്ഞാലേ അച്ഛന്റെ തനി സ്വഭാവം കാണിക്കും. പിന്നെ രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ രണ്ടുപേരും തയ്യാറായാൽ മതി. ആ, അല്ല, ലാലേട്ടന് അച്ഛൻ അവിടെ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായത്? അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്നാ മനസ്സിലാകാത്തത് മറ്റൊന്ന്, അവിടെ കയറി താമസിച്ച ആള് എന്തിനാ ഗുരുവാരാണെന്ന് കള്ളം പറഞ്ഞ്? എന്നിട്ട് കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. നമ്മൾ രണ്ടാളും വലിയ പ്രതിസന്ധിയിലായതുകൊണ്ട് ഗുരുവായൂരിന്ന് ഇങ്ങോട്ട് പുറപ്പെടുവാണെന്ന് പറയാം. കള്ളങ്ങൾക്ക് പുറത്ത് കള്ളം പറയുക. ലാലേട്ട സംശയിക്കുന്ന പോലൊന്നും ആയിരിക്കില്ല. തീർത്ഥാടനത്തിനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ താമസിക്കാൻ ഒരു ഇടം വേണ്ടേ? ഹരിതയുടെ അമ്മയാണെങ്കിൽ കോട്ടയത്ത് തനിച്ചായിരുന്നു താമസം. അപ്പോ ഒരു കൂട്ടിന് അവിടെ പോയി കാണും. അതുപോലെ തന്നെ അവർ ഇവിടേക്ക് വന്നപ്പോ ഇങ്ങോട്ടും വന്നു കാണും. ഏതായാലും അച്ഛന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് തെളിവ് സഹിതം കണ്ടുപിടിക്കണം. അത് ഞാനും ഹരിയായിട്ട് തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. അച്ഛനങ്ങനെ ഒരുപാട് മിടുക്കനാവണ്ട. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ചായ കുടിച്ചിട്ട് പോകാൻ ലാലേട്ടാ? ഏയ് വേണ്ട, അധിക സമയം ഇവിടുന്ന ശരിയാവില്ല. അച്ഛന്റെ പിന്നിലെ കറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ആ, എന്നാ പിന്നെ പോയിട്ട് വരാം. ശരി എന്നാ. ശരി. എടി ദീപ, നിന്റെ അമ്മായി അച്ഛന് ചിന്ന വീട് വല്ലതും ഉണ്ടോടി? ഒന്ന് പോടി. നീ പറഞ്ഞതുപോലെ ഒരു അടുപ്പല്ലാതെ അതിനപ്പുറം ആ ഹരിതയുടെ വീടുമായിട്ട് അച്ഛന് ബന്ധമൊന്നും കാണില്ല. അങ്ങനെ പറയാനൊന്നും പറ്റില്ല. സ്വന്തം ഭാര്യ അത്രത്തോളം ആ പാവത്തിന് മടുപ്പിച്ചായിരുന്നല്ലോ. എന്റെ കാഴ്ചപ്പാടില് രാഗിണി എന്ന് പറയുന്ന എന്തിനും പോന്ന ഇനത്തിന് ഇതുപോലൊരു തിരിച്ചടി തന്നെ അച്ഛൻ കൊടുക്കണം. അത് അവരറിയുകയും വേണം. അത്രയ്ക്ക് തന്റെ ഇടമൊന്നും അച്ഛനില്ല. എന്തായാലും കാര്യമായിട്ടൊന്നും ഇല്ലാതെ മകൻ അച്ഛന്റെ പിന്നാലെ നടക്കില്ല. ഇനിയിപ്പോ അച്ഛൻ ഇങ്ങനൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മോൻ ഉടനെ അച്ഛനെ പിടിക്കും. അതുകൊണ്ടാ ബാക്കിയെല്ലാം മറന്ന് ലാലേട്ടൻ പട്ടാളക്കാരന്റെ പിന്നാലെ നടക്കുന്നത്. ലാലേട്ടന്റെ അച്ഛൻ അങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും ചെയ്യില്ലെന്ന് ചേച്ചിക്ക് വിശ്വാസമുണ്ടോ? ഇനിയൊരു പക്ഷെ അത് സത്യമാണെങ്കിൽ ചേച്ചി ആരുടെ പക്ഷത്ത് നിൽക്കും? അതിപ്പോ പോട്ടെ, അമ്മയുടെ അഭിപ്രായം എന്താ? സ്ത്രീക്കും പുരുഷനും തുല്യത വേണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്നത് പ്രാവർത്തികമായിട്ടില്ല. പലയിടത്തും ഞങ്ങൾ അമ്മമാര് തന്നെയാ അടുക്കള ജോലി ചെയ്യുന്നത്. എന്നാൽ ജയലാലിന്റെ വീട്ടിൽ അത് മറിച്ചായിരുന്നു. ആ പാവപ്പെട്ട മനുഷ്യനെ ഒന്ന് സഹായിക്കാൻ പോലും ഭാര്യയും മക്കളും തയ്യാറായിട്ടില്ല. എന്ന് മാത്രല്ലമ്മ, ഒരു സെർവന്റിന്റെ വില പോലും അച്ഛൻ അവിടെ ആരും കൊടുത്തിരുന്നില്ല. അടുക്കള പണി ചെയ്യുന്നതിനും വീട് നോക്കാനും ആളില്ലാത്തതിന് ഒരാൾ. അത് മാത്രായിരുന്നു ലാലേട്ടന്റെ അച്ഛൻ അവിടെ. അങ്ങനെ ഒരാൾ മുന്നോട്ട് പോകുമ്പോ ഇടയ്ക്ക് മനസ്സ് പതറിപ്പോയെങ്കിൽ അതിലദ്ദേഹത്തെ തെറ്റു പറയാനൊന്നും പറ്റില്ല. എന്റെ പ്രാർത്ഥന എന്താണെന്നറിയോ ചേച്ചിക്ക്? കേട്ടത് സത്യമായിരിക്കണേന്ന്. അത്ര
അത്രത്തോളം അവർക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു. വീടിനകത്ത് നിങ്ങളുടെ അച്ഛന് ഇഷ്ടപ്പെടുന്നതൊക്കെ ഒരുക്കി കൊടുത്തിട്ടും അയാളുടെ സകല തോന്നിവാസങ്ങൾ സഹിച്ചിട്ടും അന്യസ്ത്രീകളെ തേടിപ്പോയ ആളാണ് അയാൾ. അങ്ങനെയുള്ളപ്പോ ഭർത്താവിന് ഭർത്താവിന്റെ വില നൽകാതെ അയാൾ ഏത് നേരവും ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്ന ജയലാലിന്റെ അമ്മയ്ക്ക് ഈ പറഞ്ഞ ശിക്ഷ അത്ര അധികമൊന്നുമല്ല. പക്ഷെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല അച്ഛൻ അതിനുള്ള തന്റെ ഇടം ഉണ്ടാവുന്ന്. ഒരു പക്ഷെ വീട് വിട്ടു പോയതിനു ശേഷം പരിചയമുള്ള ഒരു കുടുംബം എന്ന നിലയിൽ ഹരിതയുടെ വീട്ടിലേക്ക് അച്ഛൻ പോയിട്ടുണ്ടാവും. അങ്ങനെ പോയെങ്കിൽ അത് തുറന്നു പറഞ്ഞൂടെ? ഗുരുവായൂരാണെന്ന് പറഞ്ഞിട്ട് എന്തിനാ അവിടെ നിൽക്കുന്നത്? എന്തായാലും സത്യങ്ങൾ കണ്ടുപിടിക്കാൻ ലാലേട്ടൻ തുനിഞ്ഞിറങ്ങിയല്ലോ. അതുകൊണ്ട് മിക്കവാറും ഇതിനൊരു ഉത്തരം കിട്ടും. ഇനി ഹരിത അദ്ദേഹത്തിന്റെ മകളായിരിക്കോ? പറയാൻ പറ്റില്ല ചേച്ചി. അതുകൊണ്ടായിരിക്കും ലാലേട്ടന്റെ അച്ഛൻ പറഞ്ഞത് ഹരിതയെ കണ്ണു അടച്ച് വിശ്വസിക്കാന്ന്. അങ്ങനെ വരുമ്പോ അവരാങ്ങളെയും പെങ്ങളും അല്ലേ. അതുകൊണ്ട് ഹരിതയുടെ ഭാഗത്തു നിന്ന് വീഴ്ചയും ഉണ്ടാവില്ല. കേട്ടതൊക്കെ ശരിയാണെങ്കിൽ നമ്മൾ കരുതിയതിനേക്കാളും ധൈര്യമുള്ള കൂട്ടത്തിലാ ലാലേട്ടന്റെ അച്ഛനെന്ന് പറയേണ്ടി വരും. ഈ ധൈര്യം എവിടുന്ന മോളെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത്? ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചു മടുക്കുമ്പോഴാ നമ്മൾ പോലും അറിയാതെ നമുക്കൊരു തന്റേടുണ്ടാവുന്നത്. ഞാൻ ജോലി ചെയ്തിടത്തൊക്കെ എനിക്ക് തന്റേട് ഒരുപാടാണെന്നും ഞാൻ അഹങ്കാരിയാണെന്നും പലരും പറയാറുണ്ട്. എന്നാൽ അതെനിക്ക് തന്നത് നിങ്ങളുടെ അച്ഛൻ തന്നെയാ. എല്ലാം കണ്ടും കേട്ടും മടുത്തപ്പോഴാ അമ്മ പിന്നെ എന്നും വരട്ടെന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങിയത്. ആ സമയത്തൊക്കെ എനിക്കെന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നൊരു വിഷമം മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. ഇവിടെ പട്ടാളക്കാരനായിട്ടും നല്ല ആരോഗ്യമുണ്ടായിട്ടും കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച ആ മനുഷ്യനെ ജയലാലിന്റെ അമ്മ കാണാതെ പോയി. ഇനി അദ്ദേഹത്തിന് മറ്റൊരു ബന്ധമുണ്ടെങ്കിൽ അതിനുത്തരവാദി അവരും മാത്രം. ഭർത്താവിനെ അടിമയാക്കിയതിന് കിട്ടിയ ശിക്ഷ. അച്ഛന് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ഗുരുവായൂരിന്ന് ഉച്ചയ്ക്ക് തിരിക്കുന്നാ പറഞ്ഞേ. ആ രാത്രിയോടെ ഇവിടെ എത്തുമായിരിക്കും. എന്നെ വിളിച്ചിരുന്നു. എവിടെയാ അച്ഛൻ സ്റ്റേ ചെയ്യുന്നേ? അതിവിടെ വന്നിട്ട് തീരുമാനിക്കാം. ദീപയുടെ വീട് അച്ഛന് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അതായിരിക്കും നല്ലതല്ലേ? വേണമെങ്കിൽ ഞങ്ങൾക്കൊപ്പം താമസിക്കാം സാർ. അവിടെ ഹരിതയുടെ അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അതിനെന്താ? ഇതിനു മുമ്പ് അച്ഛൻ ഹരിതയുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടോ? അങ്ങനെ താമസിച്ചിട്ടൊന്നുമില്ല. വന്നു കഴിഞ്ഞാ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ട് കുറച്ചു സമയം സംസാരിച്ചിട്ട് അങ്ങ് പോവും. ദീപയാകുമ്പോ മരുമോളല്ലേ? ശരിക്കും അച്ഛന് മോളെ പോലെയാണ് ദീപ. പിന്നെ ദീപയ്ക്കും അച്ഛൻ അവിടെ താമസിക്കുന്നത് വലിയ ഇഷ്ടാ. ഞങ്ങൾക്കും ഇഷ്ടം. അമ്മ ചിലപ്പോഴൊക്കെ പറയും, സാറിന്റെ അച്ഛൻ ഇങ്ങനെ ചുറ്റിയടിച്ച് നടക്കാതെ ഇവിടെങ്ങാനും വന്ന് നിന്നൂടേന്ന്. നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് കുടുംബ സുഹൃത്ത് അങ്ങനെ കുടുംബത്തിൽ കയറി താമസിക്കുന്നത് ശരിയല്ല. അല്ല, 1-2 ദിവസം നിൽക്കാം. സ്ഥിരമായിട്ട് നിന്നാലേ ചിലപ്പോൾ ആൾക്കാർ ചോദ്യം ചെയ്തെന്ന് വരും. അതിന് ഇവിടെ ആർക്കും ഞങ്ങളെയൊന്നും അറിഞ്ഞൂടല്ലോ. അറിയില്ല. എങ്കിലും പരിചയക്കാരെങ്കിലും പെട്ടെന്ന് കയറി വന്നാലോ? എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായതുകൊണ്ട് എനിക്ക് സാറിന്റെ അച്ഛൻ സ്വന്തം അച്ഛനായിട്ടാ തോന്നിയിട്ടുള്ളത്. ഹരിത മോളെ പോലെയാണെന്ന് അച്ഛനും പറയാറുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് വീട്ടിൽ താമസിച്ചോട്ടെ എന്ന്. അത് ശരിയാവില്ല ഹരിത. ഇവിടെ വരുമ്പോ ദീപയ്ക്കൊപ്പം താമസിക്കാൻ പോലും അച്ഛൻ അത്ര താല്പര്യം കാണിച്ചിട്ടില്ല. പിന്നെ ഞാനും ദീപയാണ് അച്ഛനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ അവിടെയും താമസിക്കുന്നില്ലെങ്കിൽ
അച്ഛൻ എവിടെയെങ്കിലും ഒരു വീടോ അല്ലെങ്കിൽ ഹോട്ടൽ മുറിയോ എടുത്തു കൊടുക്കാം. എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ ഇവിടെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ മറ്റൊരു ചിന്ത കൂടി എന്റെ മനസ്സിലുണ്ട്. അല്ല, ഇപ്പൊ ഈ അമ്മമാരും അച്ഛന്മാരും ഒറ്റപ്പെടുമ്പോഴേ മക്കള് തന്നെ അവർക്ക് പെണ്ണാലോചിക്കുന്നുണ്ട്. എന്ന് വെച്ചാ വാർദ്ധക്യത്തിൽ ഒരു കൈത്താങ്ങ്. അങ്ങനെ അച്ഛനെ കൊണ്ട് ഒന്നുകൂടെ കല്യാണം കഴിപ്പിച്ചാലോ എന്ന് ആലോചിക്കുവാ ഞാൻ. അല്ല, വേറൊന്നും കൊണ്ടല്ല. എന്റെ അമ്മയെ വിവാഹം കഴിച്ചതിന് ശേഷം അച്ഛൻ വേദനിക്കുന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത്രയും കഷ്ടപ്പാടായിരുന്നു എന്നും. അതിന്ന് സത്യം പറഞ്ഞ ഇപ്പൊ അച്ഛൻ രക്ഷപ്പെട്ടിരിക്കുക. ഒരവശത വന്നാൽ കൂട്ടായിട്ട് ഒരാൾ അരികിലുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? എന്താ ഹരിതയുടെ അഭിപ്രായം? ഞാനെന്തു പറയാനാ സർ? അതൊക്കെ സാറും സാറിന്റെ ഏട്ടനും കൂടിയല്ലേ തീരുമാനിക്കേണ്ടത്. അമ്മ ഇപ്പൊ ഒറ്റയ്ക്കല്ലേ? അതെ. ഹരിതയുടെ അച്ഛനെ നഷ്ടപ്പെട്ടപ്പോ അമ്മയ്ക്ക് വേറെ വിവാഹമൊന്നും ബന്ധുക്കൾ ആലോചിച്ചില്ലേ? അമ്മാവന്മാരൊക്കെ ഒരുപാട് ആലോചിച്ചിരുന്നു. പക്ഷേ എന്നെ ഓർത്താ അമ്മ വേറെ കല്യാണം കഴിക്കാതിരുന്നത്.